സേതു, എത്തരത്തിലാണ് ഈ ഘട്ടത്തിൽ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നത്? കുട്ടികളൊക്കെ എത്തിത്തുടങ്ങിയോ? നേരത്തെ പതാക ഉയർത്തലടക്കമുള്ള ചടങ്ങുകൾ കണ്ടിരുന്നു. ഈ ഉദ്ഘാടനത്തിനുള്ള നടപടികളൊക്കെ പൂർണ്ണമായോ? അതിന് എല്ലാ രീതിയിലും ഉദ്ഘാടനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെ സജ്ജമാണ്. പറഞ്ഞതുപോലെ പതാക ഉയർത്തൽ കൃത്യം 9 മണിക്ക് തന്നെ നടന്നു. അതിനുശേഷം ഇനി 10 മണിക്ക് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പക്ഷേ നമ്മുടെ വിശേഷം അതല്ല. നമ്മുടെ വിശേഷം എന്താണ്? നമ്മുടെ വിശേഷം നമ്മുടെ പവലിയൻ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ അപ്പോ മേയർ ആര്യ രാജേന്ദ്രനാണ് നമുക്ക് ഉദ്ഘാടനം. മേയർ, നമ്മുടെ ആദ്യത്തെ കലോത്സവം കൂടിയാണ് ന്യൂസ് മലയാളത്തിൽ. അതെ, അപ്പോൾ എല്ലാവിധ ആശംസകളും അങ്ങോട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നട കുറിക്കല്ലേ? നമ്മുടെ കലോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു അല്ലേ? എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. വളരെ മികച്ച രീതിയിലുള്ള ഒരു കലോത്സവമായിരിക്കും ഇത്തവണ തലസ്ഥാനത്ത് നടക്കുന്നത്. അതിലെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ്. എനിക്കൊന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ല കൂടിയാണ്. അപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, ബാക്കി മന്ത്രിമാർ, MLA മാർ, നഗരസഭ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഇതിലും കുറ്റമറ്റ ഒരു കലോത്സവം. തീർച്ചയായിട്ടും കുറ്റമറ്റ നിലയിലേക്കുള്ള ഒരു കലോത്സവം. നഗരസഭ ഏതൊക്കെ തരത്തിലാണ് മുന്നൊരുക്കുന്നത്? നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം മാലിന്യ സംസ്കരണമാണ്. ഇപ്പോൾ നമ്മുടെ MT നിള വേദിയും അതുപോലെ തന്നെ പുത്തരിക്കണ്ടം മൈതാനത്തുമാണ് കൂടുതൽ ആക്ടിവിറ്റീസ് നമുക്കുള്ളത്. മാലിന്യ സംസ്കരണം കൂടുതലായി ചെയ്യേണ്ടി വരുന്നത്. അവിടെ 100 മുതൽ 200 വരെയുള്ള കണ്ടിജൻറ്റ് സ്റ്റാഫുണ്ട്, ആരോഗ്യ വിഭാഗം ജീവനക്കാരുണ്ട്, ഹരിതകർമ്മ സേന പ്രവർത്തകരുണ്ട്. അതുപോലെ നമ്മുടെ അക്കോമഡേഷൻ സെൻറ്ററിലടക്കം കൃത്യമായ ഇടവേളകളിൽ സാനിറ്ററി നാപ്കിൻ അടക്കം മാറ്റുന്നതിനാവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു കലാകാരി കൂടെയായിരുന്നു. നേരത്തെ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തപ്പോൾ വീണ്ടും തലസ്ഥാനത്ത് ഈ കലോത്സവം വരുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ കൂടെ. ഞാൻ പങ്കെടുത്തതൊക്കെ ഇപ്പോൾ കേൾക്കുന്ന ബാൻഡിലാണ്. അപ്പോൾ ബാൻഡിൻ്റെ ഭാഗമായിട്ടാണ് പങ്കെടുത്തത്. 2015 തലസ്ഥാനത്ത് കലോത്സവം നടക്കുമ്പോൾ ഞാൻ ആ കലോത്സവത്തിൽ വിദ്യാർത്ഥിനിയായി പങ്കെടുത്ത ആളാണ്. 2025 വരുമ്പോൾ ഒരു സംഘാടകരുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിലുള്ള അഭിമാനം കൂടിയുണ്ട്. ചെസ് നമ്പറൊക്കെ ഇട്ടൊരു ബാൻഡ് 2 കൊട്ടൊക്കെ കൊണ്ട തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും അത് തോന്നുമല്ലോ. നമ്മൾ പങ്കെടുത്ത ഇനത്തോട് നമുക്ക് സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും ഒക്കെ ഉണ്ടാകും. എങ്കിൽ പോലും മത്സരമാണ്, ബാക്കി കാര്യങ്ങളൊക്കെ മത്സരമാണ്. എല്ലാ ഇനവും കാണാൻ കഴിയണം എന്നുള്ള ആഗ്രഹമുണ്ട്. എല്ലാ കുട്ടികൾക്കും നല്ല ആശംസകൾ നേരാനും ആഗ്രഹം. ഈ ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഒരു വിഭാഗം പണിമുടക്കിലൊക്കെയാണ്. അപ്പോൾ അത് മയപ്പെടുത്താൻ നഗരസഭയുടെ ജീവനക്കാരും പണിമുടക്കിലില്ല. അല്ലാതെ സ്വകാര്യമായി മാലിന്യം ശേഖരിക്കുന്നവരാണ്. നഗരസഭയുടെ ആരും ഇപ്പം നിലവിൽ സമരം ചെയ്യുന്നില്ല. ശരി മേയർ, അപ്പോൾ താങ്ക് യു, ഒരുപാട് സന്തോഷം.